സുഹൃത്തുക്കളെ, റെയിൽവേ സ്റ്റേഷനിലാണ്. തത്കാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. തത്കാൽ ടിക്കറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് ടോക്കൺ കൊടുക്കും. ഇപ്പോൾ എന്റെ സുഹൃത്തിന് കിട്ടിയത് ടോക്കൺ നമ്പർ 1 ആണ്, മറ്റൊരാളത് നമ്പർ 2 ആണ്. ഈ ഇരിക്കുന്നത് AC-ന്റെ ആണ് കേട്ടോ. അതുപോലെ ഈ കാണുന്നത് സ്ലീപ്പർ ക്ലാസിന്റെയാണ്. ഇത് 8 മണിക്ക് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഫില്ല് ചെയ്ത് എവിടുന്ന് എവിടേക്ക് എപ്പോഴും ഏത് ട്രെയിനിന്റെ ഡീറ്റെയിൽ വളരെ വ്യക്തമായി തേടി കൊടുക്കുക. 10 മണിയായി കഴിഞ്ഞാൽ 9:59 AC-ന്റെ ചാലുവാവും. അതുപോലെ 10:59 11 മണിക്ക് നോൺ AC സ്ലീപ്പറിനും ചാലുവാവും. അപ്പൊ അതിന്റെ പേയ്മെന്റ് എത്ര വെച്ചാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തത്കാൽ ടിക്കറ്റ് കിട്ടും. നോർമൽ ടിക്കറ്റിനെക്കാട്ടിലും 200 രൂപ സ്ലീപ്പറിനും 300 രൂപ AC-ക്കും അധികം അടയ്ക്കേണ്ടി വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8 മണിക്ക് ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? യാത്ര എവിടുന്ന് എവിടേക്ക് ഏത് സ്ഥലം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി എഴുതിയിരിക്കണം. ഇത് എടുക്കാൻ പറ്റുന്ന ആപ്റ്റായ സമയം എന്ന് പറയുന്നത് ആ ട്രെയിൻ എവിടുന്നാണ് എടുക്കുന്നത് ആ സമയത്തിന് തൊട്ട് തലേ ദിവസമാണ് തത്കാൽ എടുക്കേണ്ടത്. അപ്പോൾ എന്റെ സുഹൃത്തിന് യാത്ര ചെയ്യാനുള്ളത് നാളെ 9:50 അജ്മീരിന് എറണാകുളത്തേക്കാണ് യാത്ര ചെയ്യാനുള്ളത്. അപ്പൊ കക്ഷി അതിന് ഇന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് തത്കാൽ എടുക്കേണ്ടത്. തത്കാൽ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ തത്കാൽ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. AC-ക്ക് 400 രൂപ അധികം വരുന്നുണ്ട് കേട്ടോ. ടോട്ടൽ എമൗണ്ട് 2855 രൂപയാണ് കേട്ടോ. റെയിൽവേ നല്ല വരുമാനം ഉണ്ടാക്കലാണ്.